ഞാൻ റാണി രജനി, സൈക്കോളജിസ്റ്റാണ്. പല കപ്പിൾസും കൗൺസിലിങ്ങിന് വരുമ്പോൾ സൈക്കോളജിക്കൽ അസസ്മെൻറ്റും ഹിസ്റ്ററിയും ഒക്കെ എടുക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കപ്പിൾസിൻ്റെ ഇടയിൽ ഒരു ഫിസിക്കലായിട്ടൊരു ഇൻറ്റിമസി, ഒരു ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെ കുറവായിട്ടാണ് കാണുന്നത്. വർഷങ്ങളായിട്ട് പ്രണയിച്ച് വീട്ടുകാരുടെയൊക്കെ വിരോധങ്ങൾ ഏറ്റുവാങ്ങിയിട്ടൊക്കെ ആയിരിക്കാം ഇവരൊക്കെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും ഉണ്ടാവാത്ത കപ്പിൾസ് പോലും നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ചവരാവാം, ജീവിതത്തിൽ 1 or 2 പ്രാവശ്യം മാത്രം സെക്ഷൽ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാവാം. ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയിലൂടെ മാത്രം, അതിനു വേണ്ടി മാത്രം സെക്ഷൽ ബന്ധത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് കപ്പിൾസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. പക്ഷെ ഇവർ ബന്ധുക്കളെടുത്തോ കൂട്ടുകാരെടുത്തോ ഒന്നും തുറന്നു പറയില്ല. പ്രശ്നങ്ങൾ മറ്റു രീതിയിലായിരിക്കും പുറമേ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തികൾ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് പരിഹരിച്ചിട്ട് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാനുള്ളത്. അമിതമായിട്ട് ഉത്കണ്ഠയുള്ളവർക്ക് സെക്സിനോട് പേടിയൊക്കെ ഉള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. പുരുഷന്മാർക്ക്, ചില ആൾക്കാർക്ക് ഒരു ഇറക്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷലി പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഉത്കണ്ഠകൾ, മറ്റു പോൺ മൂവീസ് എല്ലാം കണ്ടിട്ട് അതാണ് സെക്സ്, അതുപോലെ സെക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് വയലൻസ് ആയിട്ട് ഒരു സെക്ഷൽ ബന്ധത്തിലേക്ക് പോകണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില ആൾക്കാർ, ചില മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, മാനസിക രോഗം അവസ്ഥയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഫിസിക്കൽ ഇൽനെസ് ആയ ഡയബറ്റിക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സെക്ഷൽ ലൈഫിന് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു വിവാഹ ജീവിതത്തിൽ ഒരു പാർട്ണർ സെക്സ് ആഗ്രഹിക്കുകയും മറ്റൊരു പാർട്ണർക്ക് ഇത് നൽകാൻ പറ്റാതെ വഴിക്കുന്ന അവസ്ഥയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചികിത്സയ്ക്കൊക്കെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില ഡിവോഴ്സുകളൊക്കെ ഒഴിവാക്കാനൊക്കെ സാധിക്കും. കാര്യം പണ്ടത്തെ പോലെയല്ല, എല്ലാ കപ്പിൾസിനും എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ചികിത്സ എടുക്കാനായിട്ടൊരു മടി. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയാൽ അത് ഇനി ഞാൻ ഭ്രാന്തനാണെന്ന് പറയോ ഭ്രാന്തിയാണെന്ന് പറയോ എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട്, അതൊക്കെ മാറേണ്ട സമയങ്ങളായി. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ തന്നെ കൗൺസിലേഴ്സ് ഉണ്ട് അല്ലേ, അവിടെയും കൗൺസിലിംഗ് ഒക്കെ അല്ലേ നടക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ വിവാഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അമിതമായിട്ടുള്ള വൃത്തി, എന്നാൽ ഒട്ടും വൃത്തിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം സെക്ഷൽ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ അതെല്ലാം മനസ്സിലാക്കി അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ കണ്ടെത്തുക. പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയുക. അവർ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ഷൻസ് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് പല ഡിവോഴ്സുകളുമൊക്കെ ഒഴിവാക്കാനൊക്കെ സാധിക്കും.